ഹായ് ഹലോ വെൽക്കം ടു ഓൾ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു മെൻസ്ട്രൽ കപ്പ് പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത്. ഇത് ഐ ആക്റ്റീവിൻ്റെ മെൻസ്ട്രൽ കപ്പാണ് കേട്ടോ. അപ്പോൾ ഈ മെൻസ്ട്രൽ കപ്പിൻ്റെ ഒപ്പം തന്നെ നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാനുള്ള ഒരു കേസും കൂടെ ഉണ്ട് കേട്ടോ അതിൽ. അപ്പോൾ നമുക്കിത് തുറന്ന് നോക്കുമ്പോൾ ഇതെങ്ങനെയാണ് വരിക. ഇതിലൊരു കവറിൽ നമ്മുടെ മെൻസ്ട്രൽ കപ്പ് ഉണ്ട് കേട്ടോ. അപ്പം ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത് സ്മോളാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. എനിക്ക് സ്മോളിൻ്റെ ആവശ്യമുള്ളൂ, അതുകൊണ്ട് ഞാൻ സ്മോളാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതാണ് കേട്ടോ മെൻസ്ട്രൽ കപ്പ്. അപ്പോൾ ഓരോരുത്തർക്കും പറ്റുന്ന അളവിൽ കറക്റ്റ് അളവ് വേണം. നമ്മുടെ മെൻസ്ട്രൽ കപ്പ് തിരഞ്ഞെടുക്കുമ്പോൾ മെയിനായിട്ട് വേണ്ടത് കറക്റ്റായിട്ടുള്ള അളവായിരിക്കും. അപ്പം ഞാൻ ഡെലിവറി കഴിഞ്ഞ ആൾക്കാർക്കൊക്കെ നമ്മൾ മീഡിയം വേണമെന്നാണ് പറയുക. പക്ഷേ നമ്മൾ സിസേറിയനായിരുന്നു, എൻ്റെയൊക്കെ സിസേറിയനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് 2 സിസേറിയനായിരുന്നതുകൊണ്ട് എനിക്ക് സ്മോളേ പറ്റുള്ളൂ. ഞാൻ ആദ്യം മീഡിയം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അത് കറക്റ്റായിട്ട് നമുക്ക് അതിൽ ഫിറ്റാവില്ല. അപ്പോൾ ലീക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. ഞാനത് മാറ്റിയിട്ട് സ്മോള് വാങ്ങിച്ചത് കേട്ടോ. ഞാൻ 1-2 വർഷമായിട്ട് അത് ഉപയോഗിച്ച് തുടങ്ങിയിട്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം, കറക്റ്റാണോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ സൈസ് കറക്റ്റായാൽ മാത്രമാണ് മെൻസ്ട്രൽ കപ്പ് കറക്റ്റായിട്ട് ഫിറ്റായിട്ട് ഇരിക്കുള്ളൂ, അല്ലെങ്കിൽ അത് ലീക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ സ്മോളാണ് യൂസ് ചെയ്യണത്. അപ്പോൾ സ്മോൾ എനിക്ക് കറക്റ്റായിട്ട് അത് ഫിറ്റായിട്ട് ഇരിക്കും. അതാണ് ഞാൻ ഉപയോഗിക്കുന്ന മെൻസ്ട്രൽ കപ്പ്. അപ്പോൾ മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കാൻ ചിലർക്കൊക്കെ പേടിയുണ്ടാവും. പക്ഷെ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ആദ്യം എനിക്ക് ഉപയോഗിക്കുമ്പോൾ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ പിന്നെ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെ ഉപയോഗിക്കുള്ളൂ, അല്ലാണ്ട് വേറെ പാഡിലേക്ക് നമ്മൾ മാറില്ല. അപ്പോൾ 1-2 വർഷമായിട്ട് ഞാൻ മെൻസ്ട്രൽ കപ്പ് മാത്രമാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഒരു കുഴപ്പമില്ല. ഈ ഒരു മെൻസ്ട്രൽ കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് യൂസ് ചെയ്യണതിന് മുന്നായിട്ട് നമുക്ക് ഇത് സ്റ്റെറിലൈസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മളിത് യൂസ് ചെയ്യണതിന് മുന്നേ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യേണ്ടത് ഇതിങ്ങനെ ഇടുക. എന്നിട്ട് ഇതിൽ തിളച്ച വെള്ളം ഇതിൽ ഒഴിക്കുക. തിളച്ച വെള്ളം ഒഴിച്ചതിന് ശേഷം 5 മിനിറ്റ് ഇത് അടച്ചു വയ്ക്കുക. അപ്പോൾ അതോട് കൂടിയിട്ട് ഇത് അത്രേ ഉള്ളൂ ഇതിൻ്റെ സ്റ്റെറിലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിപ്പോൾ ഇത് ബോക്സ് ഉള്ളതുകൊണ്ട്, ബോക്സ് ഇല്ലെങ്കിൽ നമ്മൾ വേറെ മെൻസ്ട്രൽ കപ്പ് ബോക്സ് ഇല്ലാത്തതൊക്കെ കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു പാത്രത്തിൽ ഇത് തിളച്ച വെള്ളം എടുത്ത് അതിൽ ഒരു 5 മിനിറ്റെങ്കിലും ഇത് സ്റ്റെറിലൈസ് ചെയ്യണം കേട്ടോ. സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കാൻ പാടുള്ളൂ. സ്റ്റെറിലൈസ് ചെയ്ത് ഫസ്റ്റ് നമ്മൾ മെൻസ് തുടങ്ങുന്നതിന് മുന്നേ സ്റ്റെറിലൈസ് ചെയ്ത് അത് വെക്കുക. അതിന് ശേഷം പിന്നെ നമുക്ക് സാധാരണ ടാപ്പ് വെള്ളത്തിൽ കഴുകി നമുക്ക് യൂസ് ചെയ്യാം. കഴിഞ്ഞതിന് ശേഷവും ഇത് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്തിട്ട് വേണം എടുത്ത് വെക്കാനായിട്ട്. സ്റ്റെറിലൈസ് ചെയ്ത് ഇത് ഡ്രൈ ആക്കിയതിന് ശേഷം എടുത്ത് വെക്കുക. അടുത്ത പീരീഡ്സ് ആകുമ്പോൾ ഇതുപോലെ തന്നെ വീണ്ടും സ്റ്റെറിലൈസ് ചെയ്തിട്ട് നമ്മൾ ഇത് യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ മെൻസ്ട്രൽ കപ്പ് നമ്മൾ ഉപയോഗിക്കാനായിട്ട് ഈ ഒരു പേടിയും വേണ്ട കേട്ടോ. ഞാൻ പറയണത് എല്ലാവരും യൂസ് ചെയ്യണം, ഉപയോഗിക്കണം എന്നാണ് തന്നെയാണ് കേട്ടോ മെൻസ്ട്രൽ കപ്പ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഒരു സുഖമാണ് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. നമ്മളിത് പീരീഡ്സ് ആയിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല. അങ്ങനെ പിന്നെ വേദന കുറയുമോ ചോദിച്ചാൽ ഇത് ഉപയോഗിച്ചുകൊണ്ട് മാത്രം വേദന കുറയൊന്നുമില്ല കേട്ടോ. വേദനയൊക്കെ ഉണ്ടാവും. പീരീഡ്സിൻ്റെ വയറുവേദന കുറയൊന്നുമില്ല ഇത് ഉപയോഗിച്ചുകൊണ്ട്. ഇതിപ്പോൾ എങ്ങനെ യൂസ് ചെയ്യാന്ന് വെച്ചാൽ ഞാനെങ്ങനെ ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ വെക്കുക. കണ്ട, ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കുക. ഈ ഒരു നമുക്ക് വച്ചതിൽ നമ്മൾ ഫിറ്റ് ചെയ്യുക. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് നല്ല റിലാക്സ് ചെയ്തതിന് ശേഷം മാത്രം വെക്കുക. ഈ ഫസ്റ്റ് നമുക്കത് പറ്റിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അലോവേര ജെല്ല അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്ത് ഇത് പറ്റിയതിന് ശേഷം നമുക്കൊന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് അതിനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കുക. ഫസ്റ്റ് ഒരു സമയത്ത് മാത്രം നമുക്ക് ഇതിന് ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. ഇത് കറക്റ്റായിട്ട് ഫിറ്റായിട്ട് ഇരിക്കണം കേട്ടോ. അത് നമുക്ക് കണ്ട ഇതിങ്ങനെ ചെയ്ത് ഇതിങ്ങനെ ആയി കറക്റ്റായി ഇതിങ്ങനെ ഇരിക്കും കണ്ട. പിന്നെ നമ്മൾ എങ്ങനെയായാലും ഈ സാധനം താഴ്ത്തിക്ക് പോരെ ഒന്നും ചെയ്യില്ല, കറക്റ്റായിട്ട് വെക്കും. ലീക്കായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് നിറഞ്ഞു കഴിഞ്ഞ് നമുക്കറിയാം, ഇത് യൂസ് ചെയ്യുന്നവർക്ക് അറിയാം, ഇത് നിറഞ്ഞു കഴിഞ്ഞാൽ അറിയാം. അപ്പം നമ്മൾ മാറ്റി അപ്പോൾ നമ്മൾ വീണ്ടും സ്റ്റെറിലൈസ് ചെയ്യേണ്ട സാധാരണ വെള്ളത്തിൽ കഴുകി വീണ്ടും നമ്മളിത് ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ സ്റ്റെറിലൈസ്ഡ് കേസ് ഉള്ളതുകൊണ്ട് ഇതിൽ തന്നെ നമുക്ക് വെച്ച് തിളച്ച വെള്ളം ഒഴിച്ച് ഒരു 5 മിനിറ്റ് വെക്കാം. അതെല്ലാം നമുക്ക് മൈക്രോവേവിലാണ് വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെൻസ്ട്രൽ കപ്പ് ഇടുക. അതിന് ശേഷം നമ്മൾ സാധാ വെള്ളം ഇടുക. സാധാ വെള്ളം ഒഴിച്ചത് അതിലൊരു അളവ് കൊടുത്തിട്ടുണ്ട്. ഈ അളവ് വരെ
ഇതിൽ ഒരു അളവ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ അളവ് വരെ നമ്മൾ വെള്ളം ഒഴിക്കുക, എന്നിട്ട് നമ്മൾ മൈക്രോവേവിൽ വെക്കുക. 5 മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മൾ എടുക്കുക. സ്റ്റെറിലൈസ് ആയിട്ടോ. അല്ലാത്ത നമ്മൾ മൈക്രോവേവിൽ വെച്ചില്ലെങ്കിൽ ഇത് 5 മിനിറ്റ് തിളച്ച വെള്ളം ഒഴിച്ചതിന് ശേഷം മൂടി വെച്ചിട്ട് ഉപയോഗിക്കാം. ഈ ഒരു കേസ് ഉള്ളതുകൊണ്ടുള്ള ഉപകാരം എന്ന് പറഞ്ഞാൽ വേറെ നമുക്കൊരു പാത്രം എടുത്ത് യൂസ് ചെയ്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ നമുക്ക് ഇട്ട് വയ്ക്കാം. കഴിഞ്ഞാലും ഇത് ഡ്രൈ ആക്കിയിട്ട് ഇതിൽ തന്നെ എടുത്ത് വയ്ക്കാം കേട്ടോ. അങ്ങനെ അപ്പം നമ്മൾ ഒരിക്കലും ഈ മെൻസ്ട്രുവൽ കപ്പ് യൂസ് ചെയ്യണോണ്ട് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം നമുക്ക് അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ദോഷമൊന്നും വരില്ല കേട്ടാ. കാരണം ഇപ്പോൾ 2 വർഷമായി ഞാൻ ഉപയോഗിച്ചിട്ട് വരുന്നു. എനിക്കൊരു ഇൻഫെക്ഷൻ അങ്ങനെ യാതൊരു കാര്യങ്ങളും ഇൻഫെക്ഷനോ ഒക്കെ വരുന്നൊക്കെ ഞാൻ കേട്ടു. പക്ഷെ അതൊന്നും വരില്ല. നമ്മൾ ശരിയായ രീതിയിൽ ഇത് സ്റ്റെറിലൈസ് ചെയ്ത് തുടങ്ങുന്നതിന് മുന്നും കഴിഞ്ഞും സ്റ്റെറിലൈസ് ചെയ്ത് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ മെൻസ്ട്രുവൽ കപ്പ് കൊണ്ട് നമുക്ക് യാതൊരു ദോഷവും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതാണ് എനിക്കിതിനെപ്പറ്റി പറയാനുള്ളത്. അതുപോലെ തന്നെ ഇത് നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ അറിയേണ്ടതായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒന്ന് ഇതാക്കി മാറ്റി എയർ കളഞ്ഞിട്ട് വേണം നമ്മളിത് എടുക്കാനായിട്ടല്ല, അല്ലെങ്കിൽ ടൈറ്റായിട്ട് ഇരിക്കും. അപ്പോൾ എപ്പോഴും നമ്മളത് ഇങ്ങനെ കടത്തി എയർ കളഞ്ഞിട്ട് വേണം താഴ്ത്തിക്ക് വലിക്കാനായിട്ട്. അങ്ങനെ ഒരു കാര്യമാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇനി മെൻസ്ട്രുവൽ കപ്പ് യൂസ് ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും യൂസ് ചെയ്ത് തുടങ്ങുക, നല്ലതാണ്. ഒരു പേടിയും പേടിക്കണ്ട. അതുകൊണ്ടൊന്നും ഒരു അപകടമോ ദോഷമോ ഒന്നും വരില്ല, നമുക്ക് ഗുണം വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് ഐ ആക്റ്റീവിൻ്റെ മെൻസ്ട്രുവൽ കപ്പാണ്. ആമസോണിൽ നിന്നാണ് ഞാനിത് വാങ്ങിച്ചത്. ആമസോണിലും മീഷോയിലും അതുപോലെ ഫ്ലിപ്കാർട്ടിലും എല്ലാ ഓൺലൈൻ സൈറ്റിലും ഇത് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. അതായിരിക്കും ബൈ, സീ യു.